അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഹൈള്, നിഫാസ്, ഇസ്തിഹാലത്ത്. 3 വിധത്തിലാണ് സ്ത്രീകൾക്ക് രക്തം വരാറുള്ളത്. ഒന്നാമത്തത് മെൻസസ്, രണ്ടാമത്തത് പ്രസവാനന്തരമുള്ള രക്തം, മൂന്നാമത്തത് രോഗം കാരണമായി വരുന്ന രക്തം. ഈ രക്തം 3ഉം നാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പുരുഷന്മാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരിലേക്ക്, പെൺമക്കളിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ഇസ്ലാമിക നിയമമനുസരിച്ച് ജീവിക്കുന്നവരോട് മാത്രമാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒന്നാമതായി നമുക്ക് ഇൻഷാ അല്ലാഹ് ഹൈളിനെ കുറിച്ച് ചർച്ച ചെയ്യാം, അഥവാ മെൻസസ്. നമ്മുടെ മക്കളൊക്കെ, പെൺമക്കളൊക്കെ മദ്രസയിൽ നിന്ന് ചെറിയ പ്രായത്തിൽ പഠിച്ചവരായിരിക്കും. ആ പഠിച്ച സമയത്ത് ഹൈള് എന്ന് അവർ പഠിച്ചിട്ടുണ്ടാകും പുസ്തകത്തിലൊക്കെ. കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് ഉസ്താദുമാർക്ക് പറഞ്ഞു കൊടുക്കാനോ പറ്റാത്ത ഒരു സന്ദർഭമാണല്ലോ അത്. എന്നാൽ വലിയ പ്രായമാകുമ്പോൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ബോധം വരുന്ന സമയത്ത് ചോദിച്ചു പഠിക്കാനുള്ള മടി കാരണം ഇതിനെക്കുറിച്ച് അവർ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാറും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും സഹോദരിമാരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈള് എന്ന് പറഞ്ഞാൽ ഹുവ ദമുൻ ജിബില്ലത്തുൻ യഖ്റുജു മിൻ അഖ്സാ റഹിമിൽ മർഅതി ഫി ഔഖാത്തിൻ മഖ്സൂസ. അതാണ് ഹൈള് എന്ന് പറഞ്ഞാൽ. സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് സാധാരണയായി പുറപ്പെടുന്ന രക്തമാണ് ഹൈള് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സാധാരണയായി പുറപ്പെടുന്ന എന്ന് പറയാൻ കാരണം? നാം മൂത്രിക്കുന്നത് പോലെ, കാഷ്ടിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന, പ്രകൃതിപരമായി വരുന്ന ഒരു രക്തമാണ് ഹൈള് എന്ന് പറയുന്നത്. ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് പുറപ്പെടുന്ന എന്ന് പറയുമ്പോൾ ഗർഭാശയത്തിൻ്റെ തുടക്കത്തിൽ മുറിവ് കാരണമായോ വല്ല പഴുപ്പ് കാരണമായോ രക്തം വന്നാൽ അത് ഹൈളിൽ പെട്ടതല്ല. ഗർഭാശയം എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ അടിവയറ്റിൽ പ്രത്യേകമായി അല്ലാഹു തആല തയ്യാർ ചെയ്ത ഒരു അറയാണ് ഗർഭാശയം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ വളർച്ചക്കനുസരിച്ച് വികസിക്കുകയും പ്രസവാനന്തരം ചുരുങ്ങുകയും ചെയ്യുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു അറയാണ് ഗർഭപാത്രം എന്ന് പറയുന്നത്. അതുണ്ടാകാനുള്ള ഏകദേശം ചുരുങ്ങിയ പ്രായമെന്ന് പറയുന്നത്, മെൻസസ് ഉണ്ടാകുന്ന ചുരുങ്ങിയ കാലമെന്ന് പറയുന്നത് ചന്ദ്രവർഷപ്രകാരം അറബി കലണ്ടർ അനുസരിച്ച് ഏകദേശം 9 വയസ്സ് പൂർത്തിയാവലാണ്. ഒരു പെൺകുട്ടിക്ക് ഏകദേശം 9 വയസ്സ് പൂർത്തിയായാൽ ഹൈള് ഉണ്ടാകും. ഏകദേശം എന്ന് പറയുമ്പോൾ എത്രയാണ് ഈ ഏകദേശം എന്നതിനെ കുറിച്ച് ഒരു സംശയമുണ്ടാകും. 9 വയസ്സ് തികയുന്നതിന് 16 ദിവസത്തിൽ കുറവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏകദേശം എന്നതിൻ്റെ കണക്ക്. ഉദാഹരണം പറഞ്ഞാൽ, കുട്ടിക്ക് 9 വയസ്സ് പൂർത്തിയാവാൻ ഇനി 15 ദിവസം ബാക്കിയുണ്ട്. അതിനുള്ളിലാണ് രക്തം പുറപ്പെട്ടതെങ്കിൽ
അത് ഹൈലിൽപ്പെട്ടതാണ്. 16 ദിവസത്തിനു മുകളിൽ കുട്ടിക്ക് 9 വയസ്സ് പൂർത്തിയാകാൻ സമയം ഉണ്ടെങ്കിൽ അത് ഹൈലിൽ പെട്ടതും അല്ല എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ അറബി കണക്ക് പ്രകാരം ഹിജ്റ വർഷക്കണക്ക് പ്രകാരമാണ് കുട്ടിക്ക് 9 വയസ്സ് പൂർത്തിയാകേണ്ടത്. അപ്പോൾ നാം അറബി കണക്ക് നോക്കുന്നത് ചന്ദ്രചലനം അനുസരിച്ചാണ്. സാധാരണ നാം ഇന്ന് ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്ന കണക്ക് നോക്കുന്നത് സൂര്യചലനം അനുസരിച്ചാണ്. അപ്പോൾ അതിൽ ദിവസത്തിൽ വ്യത്യാസമുണ്ട്. ചന്ദ്രചലനമനുസരിച്ച് ഒരു വർഷത്തിൽ 354 ദിവസവും 8 മണിക്കൂറും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഒരു വർഷത്തിലുള്ളത്. എന്നാൽ സൂര്യചലനമനുസരിച്ച് നാം കണക്കാക്കുന്ന ഡേറ്റ് അനുസരിച്ച് ഒരു വർഷത്തിൽ 365 ദിവസവും ഏതാനും മണിക്കൂറും സമയമാണ് ഉള്ളത്. അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട്, 11 ദിവസത്തോളം വ്യത്യാസമുണ്ട്. അപ്പോൾ 9 വയസ്സാവുമ്പോൾ വർഷത്തിൻ്റെ വ്യത്യാസമുണ്ടാകും എന്നത് നാം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് വയസ്സ് കണക്കാക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഡേറ്റ് എഴുതി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ അറബി ഡേറ്റ് കൂടി കണക്കാക്കണം. ഈ അറബി കണക്ക് പ്രകാരം ഏകദേശം കുട്ടിക്ക് 9 വയസ്സ് പൂർത്തിയായതിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. അതിനു മുമ്പ് രക്തം വന്നാലോ അത് ഹൈളിൽ പെട്ടതല്ല എന്ന് നാം മനസ്സിലാക്കുക. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ ഒരുപക്ഷെ അത് മെൻസസ് ആണ് എന്ന് നിങ്ങളോട് പറയും. പക്ഷേ ഇസ്ലാമിക നിയമം അനുസരിച്ച് കുട്ടിക്ക് മെൻസസ് ഉണ്ടാവേണ്ട പ്രായമെന്ന് പറയുന്നത് ഏകദേശം 9 വയസ്സ് പൂർത്തിയാവലാണ് എന്ന് നാം മനസ്സിലാക്കുക. ഒരു മനുഷ്യനിക്ക് ഹൈളുണ്ടാകുന്നതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ സമയം 24 മണിക്കൂർ ഹൈളുണ്ടാകാം. അധികരിച്ചാൽ 15 ദിവസം വരെ ഉണ്ടാകാം. അപ്പോൾ 24 മണിക്കൂറിൽ കുറഞ്ഞു കാണുന്ന രക്തം ഹൈളിൽ പെട്ടതല്ല. 15 ദിവസത്തേക്കാൾ കൂടിയ രക്തവും അതും ഹൈളിൽ പെട്ടതല്ല. ഇനി ഒരാൾക്ക് 9 വയസ്സിൽ ഹൈളുണ്ടായി, പിന്നീട് ഹൈള് ഉണ്ടാകുന്ന സമയം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഫിഖിന്റെ കിതാബുകളിലൊക്കെ ചർച്ച ചെയ്യുന്നത് കാണാം. രണ്ടാമത് ഹൈളുണ്ടാകുന്നതിൻ്റെ സമയത്തിനു പരിധിയില്ല, എത്ര സമയത്തും ഉണ്ടാവാം. ശരാശരി ഒരു സ്ത്രീക്ക് 62 വയസ്സിൽ മെൻസസ് നിൽക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇനി 62ാമത്തെ വയസ്സിൽ മെൻസസ് നിന്നു, ഒരു 72ാമത്തെ വയസ്സിൽ വീണ്ടും രക്തം വന്നാൽ അതും മെൻസസിൽ പെട്ടത് തന്നെയാണ് എന്നാണ് ഫിഖിന്റെ പക്ഷമുള്ളത്. സാധാരണയിൽ ഹൈളുണ്ടാകുന്ന സമയമെന്ന് പറയുന്നത് 6-7 ദിവസമാണ്. അധികരിച്ചാൽ ഹൈളുണ്ടാകുന്നത് 15 യൗമ 15 ദിവസമാണ്. 2 ഹൈളിൻ്റെ ഇടയിലുള്ള ചുരുങ്ങിയ ശുദ്ധിയുടെ കാലയളവ് അതും 15 ദിവസമാണ്. ശുദ്ധിയിൽ നിന്ന് അധികരിച്ചാൽ ആ സമയത്തിന് കണക്കുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഹൈളുണ്ടായി 15 ദിവസം കഴിഞ്ഞു, അതല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞു, അത് നിന്നു. എന്നിട്ട് രണ്ടാമത് ഹൈളുണ്ടാകുന്നതിന് ഈ ഹൈള് നിന്നത് മുതൽ 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും രക്തം വരുന്നത് ഹൈളിൽപ്പെട്ടതാണ്. അപ്പോൾ 2 ഹൈളിൻ്റെ ഇടയിലുള്ള ശുദ്ധിയുടെ സമയം എന്ന് പറയുന്നത് 15 ദിവസമാണ്. ശുദ്ധിയിൽ നിന്ന് അധികരിച്ചാൽ അതിന് കണക്കുമില്ല. എത്ര സമയം വരെ ശുദ്ധിയോടുകൂടി നീങ്ങാം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുഭവത്തിൽ പറയുന്നുണ്ട്, ഒരു സ്ത്രീക്ക് വർഷത്തിൽ 24 വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഹൈളുണ്ടാവാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം പൂർത്തിയായി 24 മണിക്കൂർ ഹൈളുണ്ടാകും, എന്നിട്ട് നിൽക്കും. പിന്നെ ഒരു വർഷം പൂർത്തിയായിട്ട് 24 മണിക്കൂർ ഹൈളുണ്ടാകും. ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുഭവത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും.
അപ്പോൾ നാം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഹൈളിൻ്റെയും നിഫാസിൻ്റെയും ഒരാൾക്ക് പ്രസവിച്ചു, പ്രസവത്തിൻ്റെ ഏറ്റവും കൂടിയ നിഫാസിൻ്റെ സമയം, പ്രസവാനന്തരം വരുന്ന രക്തത്തിൻ്റെ ഏറ്റവും കൂടിയ ദിവസമെന്ന് പറയുന്നത് 60 ദിവസമാണ്. 60 ദിവസം കഴിഞ്ഞ് രക്തം നിന്നു, ഏത് പ്രസവാനന്തരം വരുന്ന രക്തം നിന്നു. ആ രക്തം നിന്ന് കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും രക്തം വന്നാൽ അത് ഹൈളിൽപ്പെട്ടതാണ്. ഇനി പ്രത്യേകമായി ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്, പൊതുവെ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകും ആ സംശയം. ആദ്യം രക്തം വന്നു, പിന്നീട് രക്തമൊന്നുമില്ല, ശുദ്ധിയായി. പിന്നെ രണ്ടാമത്തെ ദിവസം വീണ്ടും കുറഞ്ഞ സമയം രക്തം വന്നു, വീണ്ടും ശുദ്ധിയായി. ഇങ്ങനെ ഇടയ്ക്ക് രക്തം വരും, ഇടയ്ക്ക് ശുദ്ധിയാവും. ഇങ്ങനെ വന്നാൽ ആ ഇടയിലുള്ള ശുദ്ധിയുള്ള സമയവും ഹൈളിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം. പക്ഷേ അത് ഹൈളിൽപ്പെട്ട സമയമായി പരിഗണിക്കണമെങ്കിൽ 2 നിബന്ധനകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമത്തത്, തുടങ്ങിയത് മുതൽ, അതായത് രക്തം നമ്മൾ കണ്ടത് മുതൽ 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. രക്തം കണ്ടു, അത് നിന്നു, രണ്ടാമത്തെ ദിവസം വീണ്ടും ഉണ്ടായി, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഉണ്ടായി, ഇങ്ങനെ 15 ദിവസം. ആ 15 ദിവസത്തിൽ കൂടുതൽ നീളാൻ പാടില്ല. രണ്ടാമത്തെ നിബന്ധന പറഞ്ഞത്, ഇടവിട്ട് കണ്ട രക്തത്തിൻ്റെ സമയം, ഇപ്പോൾ ആദ്യത്തെ ദിവസം 1 മണിക്കൂറുണ്ടായി, രണ്ടാമത്തെ ദിവസം 3 മണിക്കൂറുണ്ടായി, ഇങ്ങനെ ഓരോ ദിവസവും ഉണ്ടായ സമയം അത് മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ 24 മണിക്കൂറിൽ കുറവുണ്ടാവുകയും ചെയ്യാൻ പാടില്ല. അതായത് 24 മണിക്കൂറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ 15 ദിവസവും ഹൈളായി തന്നെ പരിഗണിക്കുന്നതാണ്. മൊത്തത്തിൽ കൂട്ടി നോക്കിയിട്ട് 24 മണിക്കൂർ തികയില്ല എങ്കിൽ അത് ഹൈളിൽ പരിഗണിക്കുന്നതല്ല. ഇതാണ് ഹൈള് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നിഫാസുമായി ബന്ധപ്പെട്ട, പ്രസവാനന്തരം പുറപ്പെടുന്ന രക്തമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സും നിങ്ങൾ കേൾക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നീട് നമുക്ക് വരാനുള്ള ചർച്ച ഇസ്തിഹാലത്തുമായി ബന്ധപ്പെട്ടതാണ്. അത് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. രോഗം കാരണമായി വരുന്ന രക്തം, അങ്ങനെ വന്നാൽ ആ രക്തം വരുന്ന സമയത്ത് നിസ്കാരം ഒഴിവാകുന്നതല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ നിസ്കരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് 3-ാമത്തെ ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അടുത്ത ക്ലാസ്സിൽ പ്രസവാനന്തരം വരുന്ന രക്തം, അതായത് നിഫാസ് രക്തത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക, മനസ്സിലാക്കുക. ഇങ്ങനെ പറഞ്ഞ ഈ ഹൈള് രക്തം നിന്നതിന് ശേഷം കുളിക്കൽ നിർബന്ധമാണ്. അപ്പോൾ തുടങ്ങിയത് മുതൽ ഈ രൂപത്തിൽ നിങ്ങൾ ഹൈള് മനസ്സിലാക്കി, ഹൈള് നിന്ന് കഴിഞ്ഞാൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന നിയ്യത്തോടുകൂടി കുളിക്കുക. ഇൻഷാ അല്ലാഹ് നിഫാസും പറഞ്ഞു കഴിഞ്ഞിട്ട് കുളിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയാം. വീഡിയോ നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.